ബദരീനാഥ് ക്ഷേത്രം ഭാരതത്തിൻ്റെ പരദേവതാ സാന്നിധ്യമാണ് ബദരീനാഥൻ. ഭാരതത്തിലെ പ്രധാന ദേവൻ തന്നെയാണ് ബദരീനാഥൻ. നമ്മുടെ 18 പുരാണങ്ങളിലും പറഞ്ഞിരിക്കുന്നത് ബദരീകാശ്രമം മാത്രമാണ്. ഇപ്പോൾ ബദരീകാശ്രമം മാറി ബദരീനാഥ് ക്ഷേത്രം എന്നതിലേക്ക് മാറി. ശരിക്കും പറഞ്ഞാൽ ബദരീകാശ്രമം എന്ന് തന്നെയാണ് ശ്രീമദ് ഭാഗവതത്തിലും പറഞ്ഞിരിക്കുന്നത്. ഭഗവാന്റെ സ്വരൂപം സത്യയുഗത്തിലും ത്രേതായുഗത്തിലുമൊക്കെ സാക്ഷാലായി ദർശനമുണ്ടായിരുന്നു. ദ്വാപരയുഗം വരെ. കലിയുഗാരംഭത്തിൽ സാളഗ്രാമത്തിലുള്ള മൂർത്തിയെ ബ്രഹ്മാവിൻ്റെ സാന്നിധ്യത്തിൽ അവിടെ പ്രതിഷ്ഠിക്കുകയുണ്ടായി. പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് ആ വിഗ്രഹം അളകനന്ദിയുടെ തീരത്തുള്ള താരതകുണ്ടിൽ പോയി. അതിനുശേഷം പുനഃപ്രതിഷ്ഠ നടത്തിയത് ശങ്കരാചാര്യ സ്വാമിയാണ്. പുനഃപ്രതിഷ്ഠ നടത്തിയതു മുതലാണ് കേരളീയ പരശുരാമ രീതിയിലുള്ള പൂജ അവിടെ തുടങ്ങിയത്. ആ സമയം തൊട്ട് കേരളത്തിലെ നമ്പൂതിരിമാരാണ് അവിടെ പൂജ നടത്തുന്നത്. രാഘവപുരം ദേശത്തു നിന്നുള്ളവരും ശങ്കരാചാര്യരുടെ കൂടെ അന്ന് പ്രതിഷ്ഠാസമയത്ത് ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരാളെയാണ് ആദ്യം പൂജാരിയായി റാവൽജിയായി നിയമിക്കുന്നത്. അതിനോടനുബന്ധിച്ചാണ് ഇതുവരെയുള്ള റാവൽജിമാർ വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ റാവൽജിയുടെ പിൻതലമുറക്കാർ 12 പേരോളം ഇവിടെ റാവൽജിമാരായിരുന്നു. ബദരീകാശ്രമത്തിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരെയുള്ള മാന വില്ലേജിലാണ് വ്യാസഗുഹ, ഗണേശഗുഹ, ഗരുഡഗുഹ ഉള്ളത്. സരസ്വതി നദിയുടെ ഉത്ഭവവും ഈ ഭാഗത്ത് തന്നെയാണ്. സരസ്വതി നദിയുടെ ഉത്ഭവം മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് അത് ഒഴുകി അളകനന്ദയുടെ അടിയിൽ കൂടിയാണ് ഒഴുകുന്നത്. കേശവപ്രയാഗ് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ഇപ്പോഴും വ്യാസഗുഹയിൽ ആരാധനയും പൂജയുമൊക്കെ നടക്കുന്നുണ്ട്. 18 പുരാണങ്ങളുടെയും ഉത്ഭവം അവിടെ നിന്നാണെന്ന് പറയുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ പോലും നരനാരായണന്മാർ വസിച്ച ഭൂമിയാണ് നരനാരായണ ഭൂമി എന്നും പറയുന്നു. നാരദഭൂമി എന്നും പറയാറുണ്ട്. ദേവപൂജയുടെ സമയത്ത് നാരദനാണ് അവിടെ പൂജിക്കുന്നത്. ഗുഹകളിൽ സന്യാസിമാർ ധാരാളമുണ്ട്. ദേവകിന്നരന്മാർ തന്നെയാണെന്ന് പറയാം. നമുക്ക് ഒരു ഗുരുവിനെ ദർശിക്കുവാൻ പോകണമെന്നില്ല. അത് നമ്മളെ തേടിയെത്തും. അത് നമ്മുടെ കർമ്മം കൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത്. 2014 മുതൽ 2024 വരെ ഇപ്പോൾ ഒരു റാവൽജി തന്നെയാണ് അവിടെ പൂജ നടത്തുന്നത്. 8 വർഷം പൂജിച്ചാൽ നാരദ ശിഷ്യൻ എന്നും 10 വർഷം വരെ പൂജിച്ചാൽ പ്രഥമ ശിഷ്യൻ എന്നുമാണ് റാവൽജിമാരെ വിശേഷിപ്പിക്കുന്നത്. ഗർഭഗൃഹത്തിൽ 7 ദേവന്മാരാണുള്ളത്. പ്രധാനമായുമുള്ള ദേവൻ ബദരീനാഥൻ തന്നെയാണ്. പിന്നെ വലതുവശത്തായിട്ട് കുബേര ഭഗവാൻ, അളകാപുരി ആണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അളകാപുരിയാണ് കുബേരൻ്റെ കൊട്ടാരം. അളകാപുരിയിൽ നിന്നാണ് അളകനന്ദ ഉത്ഭവിക്കുന്നത്. പിന്നീടുള്ള ഭഗവാനാണ് ഗരുഡ ഭഗവാൻ, നാരദ മഹർഷി, ഉദ്ധവര്, നരനും നാരായണനും. അങ്ങനെ പ്രധാന പൂജ രാവിലെ 4:30 മഹാഭിഷേകത്തോടുകൂടി തുടങ്ങും. നാരദ മഹർഷിക്ക് മുക്തി ബദരീകാശ്രമത്തിൽ മാത്രമാണുള്ളത്. ഉദ്ധവരെ ബദരീകാശ്രമത്തിലേക്കാണ് അയച്ചത്. ഭഗവാന്റെ പാദുകം കൊണ്ടാണ് അന്ന് വന്നത്. ഇപ്പോഴും ആ ഭാഗത്ത് പൂജ നടക്കുന്നുണ്ട്. ബദരീനാഥ് ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഒരു ഐതിഹ്യം. ശ്രീ പരമശിവനും പാർവതീദേവിയും താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു ബദരീനാഥ്. ഒരു ദിവസം ഇരുവരും പുറത്തുപോയി തിരിച്ചു വന്നപ്പോൾ ഒരു കുട്ടി കരഞ്ഞുകൊണ്ട് വീടിന് മുന്നിൽ നിൽക്കുന്നു. പാർവതീദേവി കുട്ടിയെ വാത്സല്യത്തോടെ എടുത്ത് അകത്തുപോയി ഭക്ഷണം നൽകി ആശ്വസിപ്പിച്ചിരുത്തി. ശേഷം ഇരുവരും നദിയിൽ കുളിക്കുവാൻ പോയി. മടങ്ങി വന്നപ്പോൾ വാതിൽ അകത്തുനിന്നും ആരോ പൂട്ടിയിരിക്കുന്നു. സ്ഥലം ഏറെ ഇഷ്ടപ്പെട്ട മഹാവിഷ്ണുവായിരുന്നു ആ കുട്ടിയായി എത്തിയത്. വിഷ്ണു തപസ്സിനായി ചെയ്ത തന്ത്രമായിരുന്നു അത്രേ അത്. വിഷ്ണു ഭഗവാന് സ്ഥലം വിട്ടു നൽകി ശിവപാർവതിമാർ കേദാർനാഥിലേക്ക് മാറി എന്നതാണ് ഐതിഹ്യം. അതികഠിനമായ മഞ്ഞുവീഴ്ചയായതിനാൽ ക്ഷേത്രം 6 മാസക്കാലം, അതായത് ഏപ്രിൽ അവസാനം മുതൽ നവംബർ ആദ്യവാരം വരെ മാത്രമേ തുറക്കുകയുള്ളൂ. മെയ് മുതൽ തീർത്ഥാടക പ്രവാഹമാണ്. അക്ഷയ തൃതീയയ്ക്ക് ശേഷം പ്രത്യേക പൂജയോടുകൂടി തുറക്കുന്ന ക്ഷേത്രം പിന്നീട് 6 മാസം കഴിഞ്ഞ് വൃശ്ചിക മാസത്തിൽ അടയ്ക്കുകയാണ് പതിവ്. മറ്റെവിടെയും ഇല്ലാത്ത രീതിയിൽ വിഗ്രഹം കമ്പിളി കൊണ്ട് പുതപ്പിക്കും. പിന്നീട് 6 മാസക്കാലം അമ്പലം അടഞ്ഞുകിടക്കും. പിന്നീട് തണുപ്പുകാലം കഴിഞ്ഞ് വീണ്ടും തുറക്കും. അടുത്തുള്ള ജോഷിമഠത്തിൽ അഖണ്ഡജ്യോതി തെളിയുന്നതോടെ തീർത്ഥാടനം തുടങ്ങും.
അഭിഷേക പൂജ, അഭിഷേക പൂജ, വിഷ്ണു സഹസ്രനാമ ജപം തുടങ്ങിയ പൂജകളാണ് ഇവിടെ ഉള്ളത്. മഞ്ഞുമലകൾക്കിടയിൽ ചൂടുവെള്ളം വരുന്ന തപ്തകുണ്ട് അത്ഭുതകരമാണ്. വിശ്വാസത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും പുരാണങ്ങളുടെയും ഐതിഹ്യങ്ങളുടെയും അഗാധമായ പരസ്പര ബന്ധത്തിൻ്റെ തെളിവായി ബദ്രീനാഥ് നിലകൊള്ളുന്നു. അതിൻ്റെ പ്രാധാന്യം കാലക്രമേണ പ്രതിധ്വനിക്കുന്നു. ആത്മീയ കണ്ടെത്തലിൻ്റെയും അതിരുകടന്നതിൻ്റെയും ഒരു യാത്രയിലേക്ക് എണ്ണമറ്റ ആത്മാക്കളെ ആകർഷിക്കുന്നു. ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളുടെ നിഴലിൽ നിങ്ങൾ നിൽക്കുമ്പോൾ പുരാതന സ്തുതികളുടെയും കഥകളുടെയും പ്രതിധ്വനികൾ ഈ വിശുദ്ധ മതിലുകൾക്കുള്ളിൽ വസിക്കുന്ന കാലാതീതമായ ജ്ഞാനത്തെക്കുറിച്ച് നിങ്ങളെ ഓർപ്പിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ പുണ്യസ്ഥലം സന്ദർശിക്കണമെന്നാണ് വിശ്വാസം. ഹിന്ദുക്കൾ തങ്ങളുടെ പൂർവികർക്ക് വഴിപാടുകൾ അർപ്പിക്കാൻ സന്ദർശിക്കുന്ന പുണ്യ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. അളകനന്ദ നദിയിൽ പുണ്യസ്നാനം ചെയ്യുകയും ബദ്രീനാഥിനെ ആരാധിക്കുകയും ചെയ്യുന്നത് ഒരാളുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു.